Hey, welcome back friends, it's Minikil from Mediatek. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം നമ്മൾ ഇതിനു മുമ്പ് Reno 4 Pro റിവ്യൂ ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് അതിൻ്റെ സക്സസർ ആയിട്ടുള്ള Reno 5 Pro 5G ആണ്. ലുക്സ് കൊണ്ട് തന്നെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു സീരീസാണ് Reno സീരീസ്. അപ്പോൾ നമ്മളിന്ന് Reno 5 Pro 5Gയുടെ അൺബോക്സിംഗ് ഓവർവ്യൂ ആണ് ചെയ്യുന്നത്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ റീറ്റെയിൽ ബോക്സ്. OPPO Reno 5 Pro 5G എന്നുള്ള ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് മുകളിലായിട്ട് 5 എന്നും വലുതായിട്ടൊരു റൈറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലൂ കവർ മാറ്റിയ ശേഷം ഒരു ഫുള്ളി ബ്ലാക്ക് ബോക്സ് ആണ് വരുന്നത്. നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്നത് ആസ്റ്റൽ ബ്ലൂ കളറാണ്. 8GB 128 വേരിയൻ്റ് ആണ് ഈ സ്മാർട്ട് ഫോൺ. ഈ ബ്ലാക്ക് ബോക്സിന് ഫ്രണ്ടിലായിട്ട് ഓപ്പോയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിൽ പ്രൈസിങ് കൊടുത്തിരിക്കുന്നത് 38,990 rupees ആണ്. സോ ഓപ്പണിംഗ് ഓഫ് ദ ബോക്സ് ഒരു സിം ഇജക്ടർ ടൂൾ ഉണ്ട്, കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്, പിന്നെ ഒരു TPU കേസാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കേസാണിത്. പിന്നെ ഉള്ളത് നമ്മുടെ സ്മാർട്ട് ഫോണാണ്. കൂടാതെ ഒരു ചാർജിംഗ് ബ്രിക്കും ഹെഡ്സെറ്റ്സും Type-C ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചാർജിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ 65 വാട്ട് സൂപ്പർബുക്ക് 2.0 സപ്പോർട്ടുള്ള ഒരു ചാർജറാണിത്. ഇതിൻ്റെ പോർട്ടിൽ യൂഷ്വലി ഈ ഓപ്പോ കൊടുക്കുന്ന പോലുള്ള ഒരു ഗ്രീൻ ആക്സെൻറ്റ് ഈ പ്രാവശ്യം കൊടുത്തിട്ടില്ല, വൈറ്റ് കളറാണ് വരുന്നത്. പിന്നെ ഹെഡ്സെറ്റിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ ഇതൊരു Type-C പോർട്ടുള്ള ഹെഡ്സെറ്റാണ്. അത് കാണുമ്പോഴേ മനസ്സിലാവും ഈ സ്മാർട്ട് ഫോണിന് 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. ഹെഡ്സെറ്റ്സിൻ്റെ ബഡ്സിലായിട്ട് പഴയ പോലെ ഗ്രീൻ ആക്സെൻറ്റ്സ് വരുന്നുണ്ട്. ഈ Type-C കേബിളിൻ്റെ കാര്യത്തിലാണെങ്കിലും Type-A പോർട്ടിൽ വൈറ്റ് ആക്സെൻ്റാണ് കൊടുത്തിരിക്കുന്നത്, Type-C ഇടാത്തൊരു ഗ്രീൻ ആക്സെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ റാപ്പിംഗ് ഒന്ന് മാറ്റാം. ഫസ്റ്റ് ഇംപ്രഷൻസിൽ തന്നെ വളരെ ഒരു പ്രീമിയം ലുക്കാണ് ഈ സ്മാർട്ട് ഫോൺ നൽകുന്നത്. ഇത് ആസ്റ്റൽ ബ്ലൂ കളറാണ്. അപ്പോൾ ഒരു ബ്ലൂ ഗ്രേഡിയൻ ഫിനിഷാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഫ്രോസ്റ്റഡ് ഫിനിഷും വരുന്നുണ്ട്. വളരെ ഐ ക്യാച്ചി ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണിത്. ഫ്രണ്ടിലായിട്ട് വരുന്നത് ഒരു കർവ് ഡിസ്പ്ലേ ആണ്. വളരെ ലൈറ്റും വളരെ സ്ലിമ്മും ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. സ്മാർട്ട് ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടണും ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം റെക്കോസുമാണ് വരുന്നത്. ടോപ്പിലായിട്ട് ഡിസൈൻ ഫോർ Reno എന്നൊരു റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സെക്കൻഡറി മൈക്രോഫോണും കാണാം. താഴെയായിട്ട് സിം ട്രേയും Type-C പോർട്ടും സ്പീക്കർ ഗ്രിൽസും പ്രൈമറി മൈക്രോഫോണുമാണ് കാണുന്നത്. ഈ ക്യാമറ മൊഡ്യൂളിനെ പറ്റി പറയാനാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ് ക്യാമറ മൊഡ്യൂളിൻ്റെ ഭാഗത്തും വരുന്നത്. ക്വാഡ് ക്യാം സെറ്റപ്പാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് ഓപ്പോയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു സിംഗിൾ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇനി ആ TPU കേസ് ഒന്ന് ഇട്ട് നോക്കാം. നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ഉള്ള ഒരു TPU കേസാണിത്. കർവ് ഡിസ്പ്ലേ നന്നായി കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ 4 സൈഡിലും കേസ് കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്ക്രീൻ ഫ്ലോറിലേക്ക് ഫേസ് ചെയ്ത് വെക്കുകയാണെങ്കിലും ഡിസ്പ്ലേയിൽ സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസ് ഒന്നുമില്ല. കേസ് ഇട്ട ശേഷം ഫോൺ കയ്യിൽ പിടിക്കാനായിട്ട് വളരെ നല്ല ഗ്രിപ്പും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി OPPO Reno 5 Proയുടെ ഡിസൈൻ നോക്കാനാണെങ്കിൽ Reno 4 Proയിൽ കണ്ട പോലെ തന്നെ ഒരു ഗ്ലാസ് ആൻഡ് ഡിസൈനാണ് ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ഫ്രോസ്റ്റഡ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് ആസ്ട്രൽ ബ്ലൂ വേരിയൻ്റ് ആണ്. ഇതിനൊരു ബ്ലൂ ഗ്രേഡിയൻ ഫിനിഷാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ മൊഡ്യൂൾ വരുന്നത് ഒരു ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള ഭാഗത്താണ്. Reno 4 Proയിൽ 4 ക്യാമറാസ് വെർട്ടിക്കലായിട്ടായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ ഇതിൽ 3 ക്യാമറാസ് വെർട്ടിക്കലും പിന്നെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടൊരു മോണോക്രോം സെൻസറും അതിൻ്റെ തൊട്ടതായിട്ടൊരു ഫ്ലാഷ് ലൈറ്റും വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് ഡിസൈൻ വരുന്നത്. ഫ്രണ്ട് ഡിസൈൻ Reno 4 Pro ആയിട്ട് ഐഡന്റിക്കലാണ്. സെയിം 3D ബോർഡുള്ള സെൻ സ്ക്രീൻ എന്ന് ഓപ്പോ വിളിക്കുന്ന ഒരു കർവ് ഡിസ്പ്ലേ ആണ് ഫ്രണ്ടിൽ വരുന്നത്. ഇതിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ട് ഒരു പഞ്ച് ഹോൾ ക്യാമറ ഡിസൈനും വരുന്നുണ്ട്. ഫ്രണ്ട് ഡിസ്പ്ലേക്ക് തൊട്ട് മുകളിലായിട്ട് വളരെ സ്ലിം ആയിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ ഗ്രില്ലും വരുന്നത്. സ്മാർട്ട് ഫോണിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് ഡിസൈൻ ഫോർ Reno എന്ന് എഴുതിയിരിക്കുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഗ്ലാസ് ആൻഡ് ഡിസൈൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് വരുന്നത് ഒരു Gorilla 3 പ്രൊട്ടക്ഷനും ഫ്രണ്ടിൽ Gorilla 5 പ്രൊട്ടക്ഷനും ഒപ്പം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് നോക്കാനാണെങ്കിൽ Reno 4 Proയിലും കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്. 173 ഗ്രാമാണ് ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. തിക്നെസ് എന്നാൽ 0.1mm കുറവുണ്ട്. ഇപ്പോൾ 7.6mm മാത്രമാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഇപ്പോൾ ഓവറോൾ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി പറയാനാണെങ്കിൽ വളരെ സോളിഡ് ആയിട്ട് ബിൽഡ് ചെയ്തൊരു ഫോണാണ്. വളരെ ലൈറ്റായിട്ടും ഫീൽ ചെയ്യും, വളരെ തിന്നായിട്ടും ഫീൽ ചെയ്യും. എന്നാൽ നല്ല സോളിഡ് ബിൽഡാണ് ഈ സ്മാർട്ട് ഫോൺ.
പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ഇൻഹാൻഡ് ഫീലിനെ പറ്റി പറയാനാണെങ്കിൽ ബാക്കിൽ ഫ്രോസ്റ്റഡ് ഫിനിഷ് വരുന്നത് കൊണ്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. കൂടാതെ സ്മഡ്ജസ് ഒന്നും തന്നെ വീടുന്നില്ല. ഞാൻ യൂസ് ചെയ്ത ടൈമിൽ ഒരു തവണ പോലും ഇതിന്റെ ബാക്ക് സൈഡ് വൈപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. ഓവറോൾ ഡിസൈനെ പറ്റി പറയാനാണെങ്കിൽ ഐ ക്യാച്ചി ആയിട്ടുള്ള ഡിസൈനാണ്. എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ഈ ഡിസൈൻ തോന്നിയത്. പുതിയ ആസ്റ്റൽ ബ്ലൂ കളറും വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ് OPPO Reno 5 Pro 5G വരുന്നത്. ഇനി ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ Reno 4 Proയിൽ കണ്ട സെയിം ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിലും കൊടുത്തിട്ടുള്ളത്. ഇതൊരു 6.5 ഇഞ്ച് ഫുൾ HD പ്ലസ് AMOLED പാനലാണ്. അപ്പോൾ ഇതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080x2400 ആണ്. ആസ്പെക്ട് റേഷ്യോ വരുന്നത് 20:9. ഈ പാനലിന്റെ പിക്സൽ ഡെൻസിറ്റി 402 ppi ആണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന് 90 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്സും ഗെയിംസും ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഈ പാനൽ സഹായിക്കുന്നുണ്ട്. പിന്നെ ഓപ്പോ ഇതിനെ 3D ബോർഡർലെസ് സെൻ സ്ക്രീൻ എന്നാണ് വിളിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു കർവ് ഡിസ്പ്ലേ ആണ്. Reno 4 Proയിൽ കണ്ടതുപോലെ തന്നെ സെയിം കർവ് ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിലും വരുന്നത്. ഇതിന്റെ ലുക്സിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോണിന്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ബൂസ്റ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. കർവ് ഡിസ്പ്ലേ ആണെങ്കിൽ കൂടിയും ആക്സിഡന്റൽ ടച്ചസ് ഒന്നും തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. ബ്രൈറ്റ് സൺലൈറ്റിൽ നല്ല വിസിബിലിറ്റിയാണ് ഈ പാനലിൽ നിന്ന് കിട്ടുന്നത്. ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1100 nits ആണ്. പിന്നെ ഈ പാനലിന് HDR10+ സർട്ടിഫിക്കേഷനും SGS IKR ഡിസ്പ്ലേ സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. അപ്പോൾ HDR സപ്പോർട്ടും വൈഡ് ബൈ 9 സപ്പോർട്ടും നെറ്റ്ഫ്ലിക്സ് HD സപ്പോർട്ടും ഒക്കെ ഉള്ള ഒരു 90 Hz പാനലാണിത്. അപ്പോൾ മൾട്ടിമീഡിയ കൺസംഷൻ്റെ അടിപൊളി പാനലാണിത്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കാനാണെങ്കിൽ AMOLED പാനൽസിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വിവിഡ് കളേഴ്സും ഇങ്കി ബ്ലാക്സും ഒക്കെ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. നല്ലൊരു കോൺട്രാസ്റ്റ് റേഞ്ചും നാച്ചുറൽ ആയിട്ടുള്ള കളർ ഔട്ട്പുട്ടും ഈ പാനലിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഓവറോൾ ഡിസ്പ്ലേനെ പറ്റി പറയാനാണെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഓപ്പോ വരുത്തിയിട്ടില്ല. വളരെ നല്ലൊരു പാനൽ തന്നെയാണ് ഓപ്പോ ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ലുക്കിംഗ് ഡിസ്പ്ലേയും കൂടെയാണ് ഓപ്പോ ഈ സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓഡിയോയുടെ കാര്യം നോക്കാനാണെങ്കിൽ ഇതിന് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് വരുന്നുണ്ട്. സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സാണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിട്ടുള്ളത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് 3.5mm ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടില്ല. അതൊരു പോരായ്മ തന്നെയാണ്. Reno 4 Proയും തിക്നെസ് കുറഞ്ഞൊരു സ്മാർട്ട് ഫോൺ ആയിരുന്നെങ്കിലും 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഓപ്പോ കൊടുത്തിരുന്നു. ഇതിലത് ഒഴിവാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയില്ല. എങ്കിലും C ടൈപ്പ് പോർട്ടുള്ള ഒരു ഹെഡ്ഫോൺ ഇൻബോക്സിൽ വരുന്നത് കൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓൾറെഡി ഇതിനകത്തൊരു ടൈപ്പ് സി പോർട്ടുള്ള ഹെഡ്സെറ്റ് വരുന്നതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഒരു ഹെഡ്സെറ്റ് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. ഇനി പെർഫോമൻസ് ആയിട്ട് നോക്കാനാണെങ്കിൽ Reno 4 Proയിൽ നിന്നും വളരെ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് Reno 5 Proയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. Reno 4 Proയിൽ Snapdragon 780G ചിപ്സെറ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഏകദേശം ഈ പ്രൈസ് റേഞ്ചിലായിരുന്നു OPPO Reno 4 Proയും വന്നിട്ടുള്ളത്. അതിന്റെ കോമ്പറ്റീഷനൊക്കെ Snapdragon 8 സീരീസ് ചിപ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ 7 സീരീസ് ചിപ്സെറ്റ് മാത്രമായിരുന്നു Reno 4 Proയിൽ വന്നിട്ടുള്ളത്. എന്നാൽ Reno 5 Proയിൽ Snapdragon 8 സീരീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന Mediatek Dimensity 1000+ ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 5G ചിപ്സെറ്റ് ആണ്. കൂടാതെ 7nm പ്രോസസ്സിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഒക്ടാ-കോർ ചിപ്സെറ്റ് ആണ്. പിന്നെ ഇതിന്റെ GPU വരുന്നത് Mali G77 MC9 എന്ന GPU ആണ്. ഇപ്പോൾ ഡേ ടു ഡേ പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ ലാഗ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഈ സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. 90 Hz പാനലായതുകൊണ്ട് തന്നെ ഈ ഒരു പെർഫോമൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സ്നാപ്ഡ്രാഗന്റെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഈ ചിപ്പിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ഗെയിമേഴ്സിന് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോണാണ് Reno 5 Pro 5G. അപ്പോൾ ഓവറോൾ പെർഫോമൻസ് നോക്കാനാണെങ്കിൽ വളരെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് പെർഫോമൻസ് സൈഡിൽ ഓപ്പോ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ റാം ആൻഡ് സ്റ്റോറേജിനെ പറ്റി പറയാനാണെങ്കിൽ 8GB LPDDR4X റാമും 128GB UFS 2.1 സ്റ്റോറേജുമാണ് ഈ സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഒറ്റ റാം സ്റ്റോറേജ് വേരിയന്റിൽ മാത്രമാണ് ഈ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 664 അല്ലെങ്കിൽ 128 വേരിയന്റും കൂടെ അവൈലബിൾ ആയിരുന്നെങ്കിൽ ബയേഴ്സിന് കുറച്ചും കൂടെ ആക്സസിബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പ്രൈസിൽ ഈ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആക്കാൻ സാധിക്കുമായിരുന്നു. ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറ നോക്കാനാണെങ്കിൽ ചെറിയൊരു ഇംപ്രൂവ്മെന്റ് ഇതിന്റെ ഒപ്റ്റിക്സിൽ വരുത്തിയിട്ടുണ്ട്. ഈ സ്മാർട്ട് ഫോണിൽ ടോട്ടലി 5 ക്യാമറാസ് ആണ് വരുന്നത്. ടു ദ ബാക്ക് 64MP മെയിൻ ക്യാമറ, 8MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 2MP മാക്രോ ക്യാമറ, പിന്നെ ഒരു 2MP മോണോക്രോം സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലായിട്ട് 32MP ഒരു സെൽഫി ഷൂട്ടറും കൊടുത്തിട്ടുണ്ട്. Reno 4 Proയിൽ മെയിൻ ക്യാമറ ആയിട്ട് വന്നിരുന്നത് ഒരു 48MP സെൻസർ ആണെങ്കിൽ Reno 5 Proയിൽ വരുന്നത് ഒരു 64MP സെൻസറാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Reno 5 Proയിൽ എടുത്ത കുറച്ച് സാമ്പിൾ ഷോട്ട്സ് ആണ്. ഇതിൻ്റെ ഫുൾ ക്വാളിറ്റി മനസ്സിലാണെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ ക്വാളിറ്റി മാക്സിമം എടുക്കുക. ഞാൻ കുറച്ച് നൈറ്റ് മോഡ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നോർമൽ മോഡാണ്, ഇത് നൈറ്റ് മോഡ്. ഇത് ലോ ലൈറ്റിലെടുത്തൊരു ഷോട്ടാണ്. നൈറ്റ് മോഡ്സിൽ നന്നായിട്ട് ഡീറ്റെയിൽസ് എക്സ്പോസ് ചെയ്യാൻ ഈ സ്മാർട്ട് ഫോൺ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കണ്ട ഒരു പോർട്രേറ്റ് മോഡാണ്. നോർമൽ ഫോട്ടോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ കളേഴ്സ് വൈഡ് ആംഗിൾ ഷോട്ട്സിലും പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ സ്മാർട്ട് ഫോൺ സാധിക്കുന്നുണ്ട്. എല്ലാ ഷോട്ട്സിലെയും കളേഴ്സ് നാച്ചുറൽ കളേഴ്സാണ്. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടതൊരു വൈഡ് ആംഗിൾ ഷോട്ടാണ്. ഇത് 1x, ഇത് 2x, ഇപ്പോൾ കാണുന്നത് 5x.
ഇപ്പോൾ നിങ്ങൾ കണ്ടത് കുറച്ച് സെൽഫി ഷോട്ട്സ് ആണ്, AI പോർട്രേറ്റ് മോഡ് ഉപയോഗിച്ചെടുത്ത സെൽഫി ഷോട്ട്സ്. ഇപ്പോൾ കാണുന്നത് ഒരു മാക്രോ ഷോട്ടാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 64 MB മോഡിലെടുത്തൊരു ഷോട്ടാണ്. ഈ ഷോട്ട്സിൽ നന്നായിട്ട് ഡീറ്റെയിൽ പ്രിസർവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് ഈ സ്മാർട്ട് ഫോണിലെടുത്ത ഒരു വീഡിയോ സാമ്പിളാണ്. ഇത് 4K 30 FPS ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽസ് ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കളർ നല്ല ആക്യുറേറ്റ് ആണ്. എന്നാൽ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ്റെ കാര്യം കുറച്ച് പുറകിലോട്ടാണ്. ഓട്ടോ ഫോക്കസ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1080 60 FPS എടുത്തൊരു ഷോട്ടാണ്. 4K വീഡിയോയുടെ അത്രയ്ക്ക് ഡീറ്റെയിൽ ഇല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിനകത്ത് ഡീറ്റെയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്റ്റെബിലൈസേഷൻ ഇതിനകത്ത് വളരെ നന്നായിട്ട് വരുന്നുണ്ട്. നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട് ഈ ഷോട്ടിൽ. ഞാൻ നടന്നുകൊണ്ടെടുത്ത ഷോട്ടാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള 32 MB സെൽഫി ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ ആണ്. ഇത് 1080p 30 FPS ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പോ ഈ സ്മാർട്ട് ഫോണിൻ്റെ കൂടെ ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു ക്യാമറ ഫീച്ചറാണ് ഡുവൽ വ്യൂ വീഡിയോ. ഡുവൽ വ്യൂ വീഡിയോ ഷോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മോഡിൽ നമുക്ക് റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും ഒരേ സമയം ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ മോഡാണ് AI ഹൈലൈറ്റ് വീഡിയോ. അതെന്താണെന്ന് പറഞ്ഞാൽ വീഡിയോയിൽ തന്നെ ഒരു നൈറ്റ് മോഡാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നോർമൽ വീഡിയോ ആണ്. ഇത് AI ഹൈലൈറ്റ് വീഡിയോ ആണ്. ഇതിൽ ഡാർക്കർ ആയിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യത്തിന് ഡീറ്റെയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ 960 FPS സ്ലോ മോഷൻ ഈ സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. ആസ് എക്സ്പെക്റ്റഡ് അത്ര സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്ലോമോ അല്ല. കുറച്ച് സോഫ്റ്റ്വെയർ ഗിമിക്സ് ഉപയോഗിച്ചിട്ടുള്ളൊരു സ്ലോമോ ആണിത്. സ്ലോ മോഷൻ ഈ സ്മാർട്ട് ഫോണിൽ 1080 720p റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് AI ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് വീഡിയോസാണ്. ഇതിൽ ബ്ലൂസ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക, ബാക്കിയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഇപ്പോൾ കാണുന്നത് ഗ്രീൻ കളേഴ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ മോഡാണ്. പ്ലാന്റ്സിൻ്റെ ലീവ്സ് മാത്രമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കാണുന്നില്ലേ. ഇപ്പോൾ കാണുന്നത് റെഡ്സ് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ മോഡ്. ഇപ്പോൾ Reno 5 Proയുടെ ക്യാമറയിലേക്ക് വരുമ്പോൾ ഒരു സെൻസർ അപ്ഡേറ്റും കുറച്ച് സോഫ്റ്റ്വെയർ ഇമ്പ്രൂവ്മെൻറ്റ്സും വരുത്തിയിട്ടുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ ഒരു ഡീസൻറ്റ് ക്യാമറ എക്സ്പീരിയൻസ് ആണ് ഓപ്പോ ഈ സ്മാർട്ട് ഫോണിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാനാണെങ്കിൽ Reno 4 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Reno 4 Proയിൽ വന്നിരുന്നത് 4000 mAh ബാറ്ററി ആയിരുന്നു. എന്നാൽ ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത് 4350 mAh ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ വെയിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ ഈ സ്മാർട്ട് ഫോൺ 65 വാട്ട് സൂപ്പർബുക്ക് 2.0 ചാർജിങ് വരുന്നുണ്ട്. ഓപ്പോ ക്ലെയിം ചെയ്യുന്നത് 5 minutes ചാർജിങ്ങിൽ ഈ സ്മാർട്ട് ഫോണിന് 4 hours ഓഫ് വീഡിയോ പ്ലേ ബാക്ക് ലഭിക്കുമെന്നാണ്. നമ്മൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ ചാർജിങ് സ്പീഡ് ടെസ്റ്റ് ചെയ്തിരുന്നു. ഫോണിൻ്റെ ബാറ്ററി ഫുൾ ഡ്രെയിൻ ആയ ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ചാർജിങ് സ്റ്റാർട്ട് ചെയ്തത്. സ്വിച്ച് ഓഫ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ചാർജിങ് സ്പീഡ് നോക്കിയത്. അപ്പോൾ നമ്മൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്ത് 10 മിനിറ്റ് കൊണ്ട് തന്നെ 40% ഓഫ് ചാർജ് കയറിയിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റ്സ് കൊണ്ട് 56% ചാർജും 20 മിനിറ്റ്സ് കൊണ്ട് 75% ചാർജിങ് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ 25 മിനിറ്റ്സ് കൊണ്ട് 88% ഓഫ് ചാർജ് കയറിയിരുന്നു. പിന്നെ വെറും 31 മിനിറ്റ്സ് കൊണ്ടാണ് ഈ സ്മാർട്ട് ഫോൺ ഫുള്ളി ചാർജ് ആയത്. അപ്പോൾ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു ചാർജിങ് സ്പീഡാണ് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ നോക്കുമ്പോൾ ഇൻഡസ്ട്രിയിൽ തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ചാർജിങ് സ്മാർട്ട് ഫോൺസിൽ ഒന്നാണ് ഓപ്പോ Reno 5 Pro 5G. Reno 4 Pro ഫുൾ ചാർജ് ആകാനായിട്ട് 36 മിനിറ്റ്സ് ആയിരുന്നു നേരത്തെ എടുത്തിരുന്നത്. ഇപ്പോൾ ബാറ്ററി കപ്പാസിറ്റി കൂടിയിട്ടുണ്ടെങ്കിലും Reno 5 Pro വെറും 31 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൽ നിന്ന് 1 to 1.5 days ഓഫ് ബാറ്ററി ബാക്കപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു അപ്ഡേറ്റ് ആണ് Reno 5 Pro 5Gയിൽ വരുന്നത്. സോ ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റി പറയാനാണെങ്കിൽ Android 11ൻ്റെ പുറത്ത് ColorOS 11.1 ആണ് വരുന്നത്. ColorOS നേരത്തെ തന്നെ വളരെ സ്നാപ്പിയും കസ്റ്റമൈസബിളും ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു. എന്നാൽ 11.1 വന്നപ്പോൾ കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഐക്കൺസും വാൾപേപ്പേഴ്സും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സെറ്റിംഗ്സിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഓപ്ഷനിൽ പോവുക. ഇവിടെ കസ്റ്റം പാറ്റേൺസ് എന്ന് കാണാം. ഇവിടെ പല പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ഇത് കസ്റ്റമൈസ് ചെയ്യുന്ന പേജ്. ഇപ്പോൾ റാൻഡം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പല പാറ്റേൺസും റാൻഡമായിട്ട് വരും.
പിന്നെ ഇത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഇവിടെ കുറേ കളേഴ്സ്, ഗ്രേഡിയൻ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ പെയിൻറ്റ് ബ്രഷ് ഉണ്ട്, 2 ടൈപ്പ് പെയിൻറ്റ് ബ്രഷാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് പാറ്റേൺസും ഉണ്ട്. ഈ പാറ്റേൺസും പെയിൻറ്റ് ബ്രഷും യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ പാറ്റേൺസ് ഡ്രോ ചെയ്യാൻ പറ്റും. കളർ ചൂസ് ചെയ്യുക, എന്നിട്ടൊരു പെയിൻറ്റ് ബ്രഷ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിൽ ചെറുതായിട്ടൊന്ന് ഡ്രാഗ് ചെയ്യുമ്പോൾ അതൊരു പാറ്റേണിൽ ഇങ്ങനെ വരും. സോ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുത്ത് നമുക്ക് അതിനകത്ത് പല പാറ്റേൺസ് വരയ്ക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും ഓരോ പാറ്റേൺ ഇങ്ങനെ ഉണ്ടായി വരും. സോ ഇപ്പോൾ ഞാനൊരു പാറ്റേൺ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ അത് ഞാൻ ക്ലിയർ ചെയ്തു. ഇപ്പോൾ ഞാനൊരു റാൻഡം പാറ്റേൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സേവ് ചെയ്യാനായിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഒരു പ്രിവ്യൂ ആണ്. ഇവിടെ നമുക്ക് ക്ലോക്ക് ഡിജിറ്റൽ വേണോ അനലോഗ് വേണോ എന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടാതെ തന്നെ ടെക്സ്റ്റിൻ്റെ കളറും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇൻഫോ ഏതൊക്കെ വരണമെന്നുള്ളതും ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ചൂസ് ചെയ്ത ശേഷം നമ്മൾ അപ്ലൈ കൊടുക്കുക. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഇത് വളരെ നല്ലൊരു കസ്റ്റമൈസേഷൻ ഫീച്ചറാണ്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ് നോക്കാനാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 36,000 to 38,000 പ്രൈസിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പ്രൈസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഗുണങ്ങൾ നോക്കാനാണെങ്കിൽ നമ്മൾ റെനോ സീരീസിൽ ഇതുവരെ കണ്ടതുപോലെ ലുക്സ് ഒരു പ്ലസ് പോയിന്റ് ആണ്. വളരെ അട്രാക്റ്റീവും സ്ലിമ്മും ലൈറ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ പെർഫോമൻസ് സൈഡിൽ പഴയതിനും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഓപ്പോ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും ഓപ്പോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പോരായ്മകൾ പറയാനാണെങ്കിൽ ഇതിനകത്ത് 3.5mm ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് മാത്രമാണ് വരുന്നത്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. പിന്നെ 8GB 128 എന്നുള്ള ഒറ്റ വേരിയൻറ്റ് മാത്രമേ ഈ സ്മാർട്ട് ഫോൺ വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പോരായ്മയായിട്ടുള്ളത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് പറയാനാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ലുക്കിംഗ് സ്മാർട്ട് ഫോൺ തന്നെ ഞാൻ ഈ സ്മാർട്ട് ഫോണിനെ വിളിക്കും. അപ്പോൾ ലുക്സ് നിങ്ങളുടെ ഒരു പ്രയോറിറ്റി ആണെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയ സ്മാർട്ട് ഫോണാണിത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പഴയതിലും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഒപ്പം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഗെയിമിങ്ങിനാണെങ്കിലും കുറച്ച് ഹെവി ടാസ്കിനാണെങ്കിലും ഈ സ്മാർട്ട് ഫോൺ വളരെ സ്മൂത്തായിട്ട് പെർഫോം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ Reno 5 Pro 5G എന്ന് പറയുന്നത് ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് അപ്ഡേറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ചെക്കൗട്ട് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടേക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. സോ ടിൽ ദെൻ ബൈ.